welcome back to my channel. Plastic bottle use ചെയ്യാനുള്ള ഒരു ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക് ഫ്ലവർവേസ് ഉണ്ടാക്കുന്നത്. അത് കാണാത്തവർ കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അന്ന് നമ്മൾ ഫ്ലവർവേസ് ഉണ്ടാക്കിയപ്പോൾ ബാക്കിയായിട്ട് വന്ന രണ്ട് ഭാഗങ്ങളാണിത്. ഇത് വെച്ചിട്ടാണ് ഇന്ന് ഒരു ടേബിൾ ഡെക്കറേറ്റിംഗ് വേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് മുട്ടയുടെ തോടും തൂവലുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. വൈറ്റ് കളറും അതേപോലെ റെഡും ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് പിങ്ക് പോലെയുള്ള കളറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ പെയിന്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഫെദർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള എഗ്ഷെല്ലുകൾ വെച്ചിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് തൂവലുകളൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയുടെ തോടും ഫെദേഴ്സ് എല്ലാതും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഈ ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബോട്ടിൽ നമുക്ക് നമ്മുടെ സൈസ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഈ ബോട്ടിലെ സൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ പോവാണ്. കാരണം ഈ ഭാഗം എന്നെ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. ഒരു കുറച്ച് ഭാഗം അപ്പോൾ അത് കട്ട് ചെയ്ത് ശരിയായിട്ടുണ്ട്. ബോട്ടിലിൻ്റെ തവിട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതിനുള്ളിൽ കൊടുക്കാം. അപ്പോൾ അത് ഓക്കെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മുട്ടയുടെ തോടും തൂവലൊക്കെ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം. അതിന് മുമ്പായിട്ട് ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഐസ് ചുറ്റി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ എഗ്ഷെൽ ഓരോന്നായിട്ട്
അടിഭാഗം കണ്ടോ, ഇതിങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ കിടന്നോട്ടെ. ഈ ഹോള് മേലേക്ക് ഇടാണ്ട് ഇങ്ങനെ നോക്കി വെച്ചാൽ മതി. തൂവലിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ തൂവലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് പഞ്ഞൂടി ഇട്ട് കൊടുക്കാം. ഈ ബോർഡിൽ ഇതിൻ്റെ മേലെ റെസിപ്രോക്കലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നേരെ തിരിച്ചു വേണം ഇതിലിട്ടതുപോലെ ഇടാനായിട്ട്. ഈ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിക്ക് പിടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കോളും. ഒന്ന് ചെരിച്ചിട്ടാണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മേൽഭാഗത്ത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള പില്ലോ ഉണ്ടാക്കണ വലുത്. അതേപോലെ തന്നെ ചെറിയത് ഉണ്ടാക്കിയതാണിത്. ഇത് തന്നെ മേലെ വെച്ച് കൊടുക്കണം. ഈ ബോൾസ് ഉണ്ട്, ഈ 3 ബോൾസിന്റെ സപ്പോർട്ടിലാണ് ഇതോടെ വെക്കുന്നത്. മേലെ ഇങ്ങനെ ചെരിച്ച് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേബിൾ ഡെക്കറേറ്റിംഗ് വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള മുട്ടയുടെ തോടുകൊണ്ടും കോഴിയുടെ ഒക്കെ തൂവലൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.